ദമു എന്ത് പറ്റിയടാ? ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് മാപ്പിൽ ആ ലൊക്കേഷൻ നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ശാന്തംപാറ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കണം. ഉച്ചിൽക്കുത്ത് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഉച്ചിൽക്കുത്ത് പോകാനുള്ള ആ ഒരു ലൊക്കേഷൻ മാപ്പിൽ കറക്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ റൈറ്റ് എടുക്കണം. നമ്മളിപ്പോൾ ശാന്തംപാറ ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു. നമ്മളെന്തായാലും ഇപ്പം പോകാൻ പോകുന്ന ഒരു 1.5 വഴിയായിരിക്കും. നല്ല കാടുണ്ടാവും, ഓഫ് റോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ശാന്തംപാറ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് എടുത്തു. അപ്പോൾ ആ വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഈ വഴി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ച് വന്ന വഴി തന്നെ കുറച്ച് പോകേണ്ടി വരും. അതാന്ന് തോന്നുന്നു, അതാ വഴി. നമ്മളാ നേരത്തെ പോയ റോഡല്ലായിരുന്നു കറക്റ്റ് വഴി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് ഒന്നുകൂടെ വന്നു. ഇപ്പം വേറൊരു വഴി വന്നിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല. കാരണം ഇത് അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു വഴിയാണ്. അപ്പോൾ അവർക്കും കൃത്യമായിട്ടൊരു ഉത്തരവില്ല. നമ്മൾ വഴി ചോദിച്ചപ്പോഴും ഏതൊക്കെയോ വഴി പറയുന്നുണ്ട്. ആ വഴിയിലൂടെ നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്നും അങ്ങോട്ട് പോയപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് റൂട്ട് കിട്ടി. ഈ വഴിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഒരാളോട് ചോദിച്ച് വഴി കിട്ടി. ആദ്യം വേറെ ഏതോ വഴിക്കൊക്കെ പോയി. ആദ്യം ഏത് വഴിക്കാണ് പോയത് തന്നെ അറിയില്ല. ഇത് തന്നെയാണ് കറക്റ്റ് വഴിയെന്ന് വിചാരിക്കാം. കാരണം ഈ ഉച്ചിലക്കൂത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ 2 സ്ഥലം കാണിക്കുന്നുണ്ട്. ഒന്ന് തമിഴ്നാട് വഴി പോകാൻ കാണിക്കുന്നുണ്ട്, പിന്നെ ഈ വഴിയും കാണിക്കുന്നുണ്ട്. തമിഴ്നാട് വഴിയേ പോകാൻ പറ്റുമെന്നാണ് ആ ഓട്ടോക്കാരൻ പറഞ്ഞത്. പക്ഷെ വേറെ ആൾ ചോദിച്ചപ്പോൾ ഈ വഴി ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പോകുന്തോറും റോഡിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഓഫ് റോഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവന് കയറാൻ പറ്റുമെന്ന് ഡൗട്ടുണ്ട്. ഒരു ടയർ ഓൾറെഡി തഴഞ്ഞാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, വരാട്ടുമേട് ഓഫ് റോഡ് വീഡിയോയിൽ നമ്മൾ ടോപ്പിലോട്ട് എത്തുമ്പോൾ അവന് കയറാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. വഴി എങ്ങനെ അങ്ങോട്ട് വണ്ടി പോവാ? ഇത് പോവാ? ബൈക്ക് പോവുമോ? ബൈക്കാ? ഓ, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു സ്ഥലത്ത് നല്ല ടഫാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേടിയൊന്നുമില്ല, എന്നാലും ഇത് കേട്ട അവൻ മിക്കവാറും വരാൻ ചാൻസ് ഇല്ല. അവൻ മിക്കവാറും മുങ്ങും. കേട്ടണോ?
കേട്ടണമെന്നാണ് എൻ്റെ ഡൗട്ട്. എല്ലാരും വിളിച്ചു. അതിന് വലിയതൊന്നും കാണുന്നില്ല. തെറിച്ച് പോവാം, ചുമ്മാ പറഞ്ഞ് തെറിച്ച് പോവാം. രണ്ടു വട്ടം വീഴാനായിട്ട് പോയി, നമുക്കൊരു പേടി വന്നു. അപ്പോൾ ഇനി അവൻ്റെ വണ്ടി എന്തായാലും കയറ്റാൻ പറ്റില്ല. അപ്പം എന്തായാലും ഓഫ് റോഡ് നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ലാസ്റ്റ് വരെ പോയിരിക്കും. കറങ്ങയ്യ ഇതുവഴി ഒരു ജീപ്പ് വന്നാൽ പിന്നെ കയറാൻ കഴിയില്ല. ഓക്കെ, അയാളെ വീട് എവിടെയാന്ന് തോന്നുന്നു, അതെനിക്കറിയില്ല. ഹമേ, അതൊന്നൊന്നര കയറ്റായിരുന്നു അമ്മ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വണ്ടിയിൽ ഓഫ് റോഡ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ഒറ്റയ്ക്ക് തന്നെ കയറാൻ നല്ല പണിയുള്ളൊരു ഓഫ് റോഡാണ്. പിന്നെ രണ്ടാൾ കയറുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, രണ്ടാളുടെ ലഗേജും ഉണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മളെന്തായാലും ഇതുവരെ വന്നു, ഇനിയിപ്പം കംപ്ലീറ്റ് ആകാതെ തിരിച്ചു പോകാൻ പ്ലാൻ ഇല്ല. അയ്യോ ചെളി. വേറൊരു പ്രശ്നം കാണുന്നു, ഈ വഴി അങ്ങനെ ആരും പോയിട്ടുള്ളതായിട്ട് കാണുന്നില്ല. നമ്മൾ നേരത്തെ ഒരു ജീപ്പ് കണ്ടായിരുന്നു, പക്ഷേ ജീപ്പിൻ്റെ പാടൊന്നും കാണുന്നില്ല ഈ വഴി. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തുന്നതാണോ പറയാൻ പറ്റില്ല. സൂപ്പർ വഴിയാണ്. നിൻ്റെ ടയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ വലത്തോട്ട് നോക്കുമ്പോൾ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കാണുന്നത്. ഇതുവരെ വന്നതിൽ അത്യാവശ്യം ഏലകൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന വഴിയാണ്. ജീപ്പൊക്കെ ഇപ്പം വരുന്നതുണ്ടോ. ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കയറ്റാലും പറ്റും, നോക്കാം. ഓ, ഇതുവഴി ആ വഴിയാണ്, ഈ വഴിയാണ്. ഇതിപ്പോൾ പോകുന്ന വഴി കറക്റ്റാണോ നമുക്കറിയില്ല. അപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് ഇപ്പം നമ്മളങ്ങ് പോവാണ്.
നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടൊരു പക്ക ഫോറസ്റ്റ് റൂട്ടിലോട്ടാണോ പോകുന്നത് ഒരു സംശയമുണ്ട്. കാരണം ഇപ്പം മുന്നോട്ട് പോകും തോറും ആ ഭൂപ്രകൃതിയൊക്കെ അങ്ങ് മാറി മാറി വരുവാണ്. ഒരു പക്ക ഫോറസ്റ്റിലോട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത്. അത്യാവശ്യം വലിയൊരു ഇറക്കായിരുന്നു നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങുമായിരുന്നു. എന്തായാലും അവസാനം എത്തുന്ന ആ സ്ഥലം നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചങ്ങ് പോവുകയാണ്. എന്തായാലും ഇതുവരെ ഒരു ജീപ്പ് പോകുന്നുണ്ടോ. ഇനിയിപ്പോൾ അവർ പോകുന്ന വഴി തന്നെയാണോ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വഴി മാറി എന്നൊക്കെ വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്, പുതിയ വ്യൂ പോയിൻ്റ് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടല്ലേ? ആ ഇനിയിപ്പോൾ അങ്ങോട്ട് ആരും അധികം കാണാൻ ചാൻസ് ഇല്ല. ഈ വഴി കണ്ടിട്ട് ഒരു പക്ക ഫോറസ്റ്റ് റൂട്ടിലോട്ടുള്ള വഴി പോലെ തന്നെയുണ്ട്. എന്തായാലും ഇനി ഇതുവരെ വന്ന പോലെ ആയിരിക്കില്ല അങ്ങോട്ടുള്ള യാത്ര. ഒരു പക്ക ഫോറസ്റ്റ് റൂട്ടിലോട്ടാണ് എനിക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും കെയർഫുള്ളായിട്ടാണ് ഇനി അങ്ങോട്ട് പോകാൻ. വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ റൂട്ട് ഒരു ഒന്നൊന്നര റൂട്ടാണ്. കാരണം ആ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ആസ്വദിച്ച് പോകുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും അതിനോടൊക്കെ തന്നെ അതിൻ്റേതായ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 4 മണി 4:30 ആയി. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറായി കാട്ടിലൂടെ ഇപ്പോൾ ഇങ്ങനെ ഓഫ് റോഡ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ട്. നമുക്ക് എന്തായാലും തിരിച്ച് പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം കാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങും. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ മൃഗങ്ങളുണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 5:30 ആകുമ്പം തന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങിയാൽ ചിലപ്പോൾ ഒരു 6-6:30 നമുക്ക് ശാന്തമ്പാറ ടൗണിൽ എത്താൻ പറ്റും. പഠിക്കാണ്ട് പോയാൽ മതി വലത്താത്തേക്കടി. അത് കഴുത്തു നേരെ പോകാനല്ലേ പറഞ്ഞേ. അപ്പം പിന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ച് നമ്മളിപ്പോൾ ഏകദേശം തമിഴ്നാട് ബോർഡർ എത്തി.
നമ്മൾ ശരിക്കും മാപ്പിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ലൊക്കേഷൻ ഇല്ല ഉച്ചിൽക്കുത്ത്, അത് ഇവിടുന്ന് ഏകദേശം റൈറ്റ് സൈഡാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ആ വഴി എന്തായാലും നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ പുതിയ വഴി, പുതിയ ലൊക്കേഷനിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ വഴി എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ മാപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷനേ ഇല്ല. നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് ഒരു ലൊക്കേഷൻ ഇല്ല, നമ്മൾ പോകുന്ന വഴി ഒരു മാപ്പിലൊരു ലൊക്കേഷൻ ഒന്നുമില്ല. അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഈ ടയർ പാടുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതുവഴി കുറേ കാലമായിട്ട് ആരും അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ജീപ്പൊക്കെ ഇനി ഇതുവഴിയാണോ അതോ വേറെ വഴികൾ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ. ഇനി അതുവഴിയാണോ പോയത് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇത്രയും വന്നിട്ടും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു സ്ഥലവും നമ്മൾക്ക് ഇതുവരെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ച് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതുവരെ വലിയ മൃഗങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ എന്തായാലും നല്ല ഉൾക്കാട്ടിലാണ് എത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇറങ്ങിക്കോ. എത്തി. അങ്ങനെ അവസാനം ഞങ്ങൾ ആ സ്ഥലത്തെത്തി. പക്ഷെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എത്തിയത്. പോകാൻ ഉദ്ദേശിച്ച ഉച്ചിലക്കുത്തായിരുന്നു, പക്ഷെ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. പക്ഷെ നല്ലൊരു ലൊക്കേഷനാണ്. എന്തായാലും ഞങ്ങൾ പുതിയൊരു വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചു എന്ന് പറയാം. കേരളത്തിലെ ഒരു പുതിയൊരു വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കമ്പം, തേനി എന്ന ലൊക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ കമ്പം, തേനി എന്നൊക്കെ പറയുന്നത് തമിഴ്നാടിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും നാളെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടുന്ന് ഇനി നോക്കുമ്പോൾ ഈ ലൊക്കേഷൻസൊക്കെ കണ്ടു എന്ന് വരാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് മലനിരകളുടെ ഇടയിലുള്ള ഈ കാഴ്ചയാണ്. എന്തോ ഒരു പ്രത്യേക രസം പോലെ. അതുപോലെ താഴെ കാണുന്ന കാടും എല്ലാം ഒരു വെറൈറ്റി സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട്, സുഖമായിട്ട് കാഴ്ചകളൊക്കെ കാണാം.
ये क्या है? ये रास्ता किधर है? किधर जाने के लिए? उधर नहीं, ऊपर नहीं होगा। അപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ട് നമ്മൾ മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന വഴി കുറേ വഴികൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സംശയം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബായിയോട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ വഴി ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴിയും ആയിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരു പുതിയൊരു വ്യൂ പോയിൻ്റ് കണ്ടെത്തിയ സന്തോഷത്തിൽ ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. എന്തായാലും പോയത് വെറുതെ ആയില്ല. അങ്ങനെ ഞങ്ങൾ ആ യാത്ര തുടർന്നു. നമ്മൾക്കിനി പോകേണ്ടത് തമിഴ്നാട്ടിലെ ഉത്തമപാളയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അവിടെ ആ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ട് അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വ്യൂ പോയിൻ്റ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഒരു പ്രത്യേക രസമുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തി. ഞാൻ മാപ്പിലൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ മാൻകുത്തിമേട് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് കണ്ടത്. അപ്പോൾ ഇനി ഈ വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ മെല്ലെ തമിഴ്നാട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനായ മേഘമലയിലേക്കുള്ള യാത്രയൊക്കെ അടുത്ത ഒരു വ്ളോഗിൽ കാണാം.